വനിതാ സംവരണ ബിൽ ഭേദഗതി ബിൽ പാസാക്കുന്നതോടുകൂടി ദേശീയ സർക്കാർ എന്താണ് വിഭാവന ചെയ്യുന്നത്, അതിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരാശയം. മറ്റൊന്ന്, ഈ വനിതാ സംവരണ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കാനുള്ളൊരു പരിശ്രമം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് സമൂഹം എന്ന ഒരു സന്ദേശം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്. 2023 സെപ്റ്റംബർ മാസത്തിലാണ്, കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 28-നാണ് ഭാരതത്തിൽ പാർലമെന്റിന്റെ തലത്തിലും സംസ്ഥാന നിയമസഭകളിലും 33% വനിതാ സംവരണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ബില്ല് നാരി ശക്തി വന്ദൻ അധിനിയം എന്ന പേരിൽ നിയമമുണ്ടാക്കിയത്. ബില്ല് പാസ്സായി നിയമമായി കഴിഞ്ഞു. ആ നിയമത്തിന്റെ പ്രയോഗവൽക്കരണം അത് സാധ്യമാകുന്ന തരത്തിലാണ് ഈ മാസം ഏപ്രിൽ മാസം 16, 17, 18 തീയതികളിൽ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ട പാർലമെന്റിൽ അംഗത്വമുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ട ആളുകളുമായി 3 ദിവസത്തെ ചർച്ചകൾ, അതിനൊടുവിൽ ഭേദഗതിയോടുകൂടി നിയമം നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പ് എന്ന നിലയ്ക്കാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഭാരതത്തെ സംബന്ധിച്ച് നമ്മുടെ ഭരണഘടനാ ശില്പികൾ ആഗ്രഹിച്ചതുപോലെ, നാം എല്ലാം ദശാബ്ദങ്ങളായി ആഗ്രഹിക്കുന്നത് പോലെ, ഭാരതം ആഗ്രഹിക്കുന്നത് പോലെ ഭരണകൂട സംവിധാനത്തിന്റെ സുപ്രധാനമായ മർമ്മപ്രധാനമായ തലങ്ങളിലേക്ക് നമ്മുടെ സഹോദരിമാർ, അമ്മമാർ കടന്നു വരുന്നു എന്ന ആഹ്ലാദകരമായ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ ജനസംഖ്യയുടെ പകുതിയിലേറെ എന്ന് പറയാം സാങ്കേതികമായി. കാരണം 1000 പുരുഷന്മാർക്ക് 1003 വനിതകൾ എന്നൊരു കണക്കിപ്പോഴുണ്ട്. അപ്പൊ ജനസംഖ്യയുടെ പകുതിയിലേറെ വരുന്ന ഒരു വിഭാഗം ദീർഘനാളുകളായിട്ട് ഭരണകൂട സംവിധാനത്തിന്റെ ഭാഗമല്ല എന്ന ഒരു പോരായ്മ നമ്മൾ മറികടക്കുകയാണ്. 2029 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി വനിതാ സംവരണ നിയമം പ്രാബല്യത്തിൽ വരണം എന്നാണ് ദേശീയ സർക്കാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ആഗ്രഹിക്കുന്നത്.